മോദി എന്ന് കേൾക്കുമ്പോഴും ഹിന്ദുക്കൾ എന്ന് കേൾക്കുമ്പോഴും സ്റ്റാലിന്റെ മകനും ഉദയനിധി സ്റ്റാലിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ സനാതന ധർമ്മം ഡെങ്കിപ്പനി പോലെയാണെന്നൊക്കെയാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ പിന്നെ കാർത്തിക വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ തമിഴ്നാട്ടിലുണ്ട്. ഇപ്പോ മോദിയുടെ കാല് പിടിക്കുകയാണ് സ്റ്റാലിൻ. അതായത് ഞങ്ങൾക്ക് ദിവസവും 60 കോടിയുടെ നഷ്ടമാണ്. ഇപ്പൊ ആ കോടി 15,000 കവിഞ്ഞു നഷ്ടത്തിന്റെ കണക്ക്. 85 ലക്ഷം പേർ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. എങ്ങനെയും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോദിക്ക് സ്റ്റാലിന്റെ ഒരു കത്ത് പോയിരിക്കുകയാണ്. അതായത് പിച്ച തണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി കേന്ദ്രം സഹായിച്ചാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. സത്യത്തിൽ ഇത് സ്റ്റാലിൻ ഇരന്ന് വാങ്ങിയതല്ലേ? സംശയം എന്താ? അത് സംശയം. അപ്പൊ മോദിയെ വേണമല്ലോ സ്റ്റാലിന്. ഇതുവരെ മോദിയുടെ ഒന്നും വേണ്ട. CAA വേണ്ട. CAA സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ട്, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് വേണ്ട. SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അത് വേണ്ട. CBI അറിയാമല്ലോ. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതാണ് CBI. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ തമിഴ്നാട്, ദ്രാവിഡ സംസ്കാരം, തമിഴ് മന്നർ, സ്വയംഭരണം ഞങ്ങൾക്ക് വേണം. ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട. ഇപ്പം അതേ മോദിയുടെ സഹായം വേണം ഞങ്ങൾക്ക്. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം. അതെങ്ങനെ വന്നു വരുമാനം? കരുണാനിധിയും മക്കളും എല്ലാം കൂടെ ഉണ്ടാക്കിയതാണോ? ഈ അവരുടെ കുടുംബവും 3 ഭാര്യമാരും അവരുടെ കുടുംബവും കൂടെ ഉണ്ടാക്കിയ പണമാണോ? 85 കിലോ സ്വർണമാണ് ഗുരുവായൂർ നടയ്ക്കൽ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൊണ്ട് വെച്ചത്. ഈ പണമെല്ലാം ജനങ്ങളുടെ നികുതി പണം അഴിമതിയിലൂടെ ആ കുടുംബം കട്ടെടുത്തതാണ്. കട്ടെടുത്ത പണമാണ്. ശബരിമലയിൽ ഈ പോറ്റിയും മറ്റവരും എല്ലാം കൂടി കട്ടെടുത്തതുപോലെ ജനങ്ങളുടെ പണം കട്ടെടുത്ത പണം. കുടുംബത്തിൻ്റെ ഒരു പ്രശ്നവുമില്ല. തമിഴ്നാട്ടിലാണ് പ്രശ്നം. പാവപ്പെട്ടവൻ ഇന്ന് പിച്ചക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കേരളത്തിൽ മോഷ്ടാക്കൾ ഏറ്റവും കൂടുതൽ വരുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ്. ദാരിദ്ര്യം കുടുംബത്തിനൊരു ഇതെല്ലാം മോഷ്ടിക്കുന്ന വലിയ കള്ളന്മാർ ഒരിക്കലും ജയിലിൽ പോകാതെ സുരക്ഷിതരായിട്ട് ഭരിക്കുന്നു തമിഴ്നാട്. അതാണ് തമിഴ്നാടിൻ്റെ ദുരന്തം. ഇനി ഞാൻ പറയുന്നത് എങ്ങനെ ഈ സമ്പത്തുണ്ടായത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. വൻ വ്യവസായങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായതാണ്. അതിൻ്റെ സമ്പത്ത് മുഴുവൻ തമിഴ്നാട് അങ്ങ് എടുക്കുക. തമിഴ്നാടാണത് മുഴുവൻ എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ വെള്ളവും അവരെടുക്കുന്നു. മുല്ലപ്പെരിയാർ വഴി നിസാര വിലയ്ക്ക് ഈ വെള്ളം മുഴുവൻ അവരെടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ആൾക്കാർ ഭീഷണി, വലിയ സംഭരണിയുടെ കീഴിൽ എപ്പോഴും ഇത് പൊട്ടിത്തെറിക്കുമോ എന്നും പറഞ്ഞ് ജപ്പാനിൽ ഭൂകമ്പബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ കഴിയുന്ന പോലെ കഴിയുക. നമ്മുടെ ദുരന്തം നോക്കിയോണേ. എന്നിട്ട് ഇപ്പൊ കടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഇവര്. അയ്യോ ഞങ്ങളുടെ തുകലേ മറ്റേ ചുമ്മാ പറയുന്നതാണെന്ന്. ഇത് തിരുപ്പൂരിലെ പ്രശ്നം ശരിയാണ്. കൂടുതലും അവർ കയറ്റി അയച്ചിരുന്ന അമേരിക്കയിലാണ്. തിരുപ്പൂരിലെ പ്രശ്നം കേന്ദ്രം എപ്പോഴേ പരിഹരിച്ചു കഴിഞ്ഞെന്നേ. എങ്ങനെ? ഇയാൾ അവിടെ നിന്ന് ഉറക്കം തൂങ്ങിയപ്പോൾ കേന്ദ്രം ആക്റ്റീവായി. തിരുപ്പൂരിലെ പ്രത്യേകിച്ചും ബനിയൻ ടൈപ്പ് തുണികളാണ് അവിടെ ഉള്ളത്. പരുത്തി തുണികൾ. ആ പരുത്തി തുണികൾ അവർ ബറോഡയിലെ മോദിയുടെ സംസ്ഥാനത്തെ തുണിമില്ലുകളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി. കൂട്ടുകെട്ടിലൂടെ അവർ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അത് കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കി. എന്ന് മാത്രമല്ല തന്നെ ഈ കഴിഞ്ഞ നവംബറിലെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ ആയപ്പോൾ വന്നതനുസരിച്ച് അത് അമേരിക്കൻ ചുങ്കം നിലനിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ തുകൽ, അതുപോലെ ചെരുപ്പ് ഉൾപ്പെടെയുള്ള കയറ്റുമതിയിൽ കൽക്കരി, സ്വർണം ഇതെല്ലാം ഉണ്ട്. 20% വർധനയാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കയിൽ ചുങ്ക യുദ്ധം പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ മുന്നോട്ട് തന്നെ ഇറക്കുമതി പോയിരിക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ എങ്ങനെ നഷ്ടം സംഭവിച്ചു? ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒമാനിൽ നിന്ന് ഇന്നലെ തിരിച്ചെത്തിയ നരേന്ദ്രമോദി അവിടെ വമ്പിച്ച തോതിലുള്ള സമഗ്ര വ്യാപാര കരാർ ഒപ്പിട്ടാവുന്നത്. അതും പ്രകാരം എങ്ങനെയാണെന്നറിയാം? ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങൾക്ക് അവിടെ നികുതിയേ ഇല്ല. ഇന്ത്യയിലേതിന് സമാന വിലയ്ക്ക് തന്നെ അവിടെ കിട്ടും. ഗൾഫിൽ നമ്മുടെ ആൾക്കാർക്കും കിട്ടും. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം വരും. എങ്ങനെയാണ്? ട്രാൻസ്പോർട്ട് ചെയ്ത് അയക്കേണ്ടത്. വിമാനത്തിലായാലും കപ്പലിലായാലും ഒരു ചെറിയ ചാർജ് വരുമല്ലോ. അതിൻ്റെ പൈസയും കൂടെ കൂടുതൽ വരും. നികുതിയായിട്ടൊന്നും കൊടുക്കണ്ട. അപ്പോൾ വൻതോതിൽ ഇതിനി അങ്ങോട്ട് കയറ്റി അയക്കാൻ പോവുക. ഈ കരുണാനിധി മരത്തെ കാണുമ്പോൾ
മോദി മാനത്ത് കണ്ടു. സ്റ്റാലിൻ അതെ, കരുണാനിധിയുടെ മകന് സ്റ്റാലിൻ കരുണാനിധി. എനിക്ക് എപ്പോഴും തെറ്റിപ്പോ അച്ഛനെയും മോനും തന്നെ. കാരണം രണ്ടും ഒരേ തരമാണ്, രണ്ടും ഒരേ രീതി തന്നെ. ഭാര്യമാര് 2-3 പേരുണ്ട്. അതുപോലെ തന്നെ അവരെല്ലാം നോക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് ഈ CSI ക്രിസ്ത്യാനികളുടെ താല്പര്യങ്ങളാണ് നോക്കുന്നത്. അതിന്റെ പേരിലാണ് മുരുകൻ അവിടെ ദീപം തെളിക്കണ്ട എന്ന് പറയുന്നത്. അതിന് ചുറ്റും കുറെ CSI ക്രിസ്ത്യാനികളുണ്ട്. ഒരു വിഭാഗം നമ്മുടെ പ്രേക്ഷകർക്കൊരു വിചാരമുണ്ട് അവിടെ മുസ്ലിങ്ങളാണ് എതിർപ്പെന്ന്. മുസ്ലിങ്ങളുടെ എതിർപ്പ് ഉണ്ടായിരുന്നു, അത് മാറി. അവർ സൂഫികളാണ്, വിളക്ക് കളിക്കുന്നത് ഞങ്ങളും തൊഴുതോളാമെന്ന് പറഞ്ഞാണ് അവരിപ്പോൾ നിൽക്കുന്നത്. കശാപ്പ് ഉണ്ടായിരുന്നു, കശാപ്പ് കുഴപ്പമില്ല, കശാപ്പ് അതിൻ്റെ കൂട്ടത്തിൽ നടന്നോട്ടെ, നിങ്ങൾ മുകളിൽ വേറെ വഴിക്കല്ലേ അവിടെ പോയി ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. കശാപ്പ് വേണമെങ്കിൽ ഇവിടെ നിർത്തി വെക്കാനും തയ്യാർ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് അവിടുന്ന് ഒരു സോഴ്സ് പറഞ്ഞത്, ചുറ്റും ധാരാളമായി CSI ക്രിസ്ത്യാനികളുണ്ട്. ആ CSI ഭാര്യയിൽ സ്റ്റാലിനുണ്ടായ മകനാണ് ഉദയനിധി സ്റ്റാലിൻ എന്നാണ് പറയുന്നത്. എന്നെ കല്യാണത്തിനൊന്നും വിളിച്ചില്ല, എനിക്ക് അതിനെപ്പറ്റി ശരിക്കും അറിഞ്ഞുകൂടാ. എന്തായാലും അതുകൊണ്ടാണ് ഇയാൾക്ക് ഒരേ ഒരു വാശി, ഇവിടെ സനാതനധർമ്മം മുഴുവൻ CSI ആക്കി മാറ്റണം. ഈ CSIക്ക് വേറൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടെ ഉണ്ട്, ഞാൻ പറയാം. അതായത് വിജയ് ഉണ്ടല്ലോ, സൂപ്പർ വിജയിന്റെ പാർട്ടി, ആ പാർട്ടിയും അതെ, തമിഴ് വേറ്റി കഴകം TVK, ആ പാർട്ടിയിലും ബഹുഭൂരിപക്ഷം അയാളിപ്പോ സജീവമായിട്ട് വീണ്ടും രംഗത്തുണ്ട്. കരുണാനിധിയെ ചീത്ത പറഞ്ഞ് കൊല്ലുവാണ് അയാൾ, മനസ്സിലായില്ലേ? കാരണം അയാളുടെ ശക്തി അതാണ് കരുണാനിധി. അപ്പൊ ആ CSIയുടെ ഒരു വിഭാഗത്തെ എടുക്കാൻ വേണ്ടി കളിച്ച കളിയാണ് ഈ മുരുകന്റെ അവിടെ ദീപം തെളിക്കണ്ടെന്ന് പറഞ്ഞൊരു വർഗീയത സൃഷ്ടിച്ചത്. അതാണ്. അല്ല മുസ്ലിങ്ങൾ കാര്യമായിട്ടൊന്നും തമിഴ്നാട്ടിൽ അങ്ങനെ വലിയ ശക്തിയായിട്ടൊന്നും ഇല്ല. അതിന്റെ രാഷ്ട്രീയം, വർഗീയം മാത്രമല്ല രാഷ്ട്രീയം കൂടാണത്. ഞാനത് പറഞ്ഞതാണ്, നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു രാഷ്ട്രീയമാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്, കളിച്ചത്. മനസ്സിലായില്ലേ? അതാണ് പിന്നെ ഇവിടെ ഇനിയും വേണ്ട, ഹിന്ദുക്കൾ ആരും വേണ്ട, എല്ലാം CSI മതി എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്തത്. അപ്പൊ കൗണ്ടർ ചെയ്യും ആരുമായിട്ട്? വിജയ് സൂപ്പറുമായിട്ട്. വിജയ് സൂപ്പർ ആരുമായിട്ടാണ് എതിർക്കുന്നത്? സ്റ്റാലിനുമായിട്ടാണ്. അപ്പൊ അതിന് സ്റ്റാലിന് ശക്തി പകരാൻ വേണ്ടിയാണ് ഈ CSIക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു CSI ആണ് ഉദയനിധി സ്റ്റാലിനും. മനസ്സിലായില്ലേ? അതാണ് അവിടെ വർഗീയ രാഷ്ട്രീയം, അവിടുത്തെ വർഗീയ രാഷ്ട്രീയം. അപ്പൊ അത് വെച്ചുകൊണ്ട് ഇപ്പൊ പണം വേണം സംസ്ഥാനത്തിന്. ഇനിയിപ്പം ക്ഷേമ പദ്ധതികൾ കുറെ നടപ്പാക്കണ്ടേ വിജയിനെ നേരിടാൻ? അതിന് പണം വേണം, അതിനിപ്പോ കിട്ടുന്നില്ല, കണക്കായി പോയി. ഇപ്പൊ പറയുന്നത് കത്തിങ്ങനെയാണ്, തമിഴ്നാട്ടിലെ കയറ്റുമതി അധിഷ്ഠിത വ്യവസായ മേഖല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% തീരുവ മൂലം പ്രതിസന്ധിയിലായെന്നാണ് കത്തിൽ പറയുന്നത്. നേരെ പോയി ട്രംപിനോട് പറയട്ടെ, US-യുമായുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രം അടിയന്തര ഇടപെടൽ നടത്തണം, അല്ലാത്ത പക്ഷം പ്രശ്നം അതീവ ഗുരുതരമാകും. ഇന്ത്യയുടെ മൊത്തം വസ്ത്ര കയറ്റുമതിയുടെ 28% പങ്കുവഹിക്കുന്നത് തമിഴ്നാടാണ്. ലെതറും പാദരക്ഷകളും പരിഗണിച്ചാൽ തമിഴ്നാടിന് 40% വിഹിതമുണ്ട്. 85 ലക്ഷം പേരാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ മേഖലകൾ നിർണായകവുമാണ്. വ്യവസായ ഹബ്ബുകളായ തിരുപ്പൂർ, കോയമ്പത്തൂർ, ഈറോഡ്, കരൂർ മേഖലകളാണ് തീരുവ മൂലം പ്രയാസം നേരിടുന്നത്. ഞാൻ പറയാം, ഇത് ഈ കത്തെഴുതുന്നതിന് മുമ്പേ ഈ പ്രശ്നങ്ങൾ ഒമാനിൽ വെച്ച് പരിഹരിച്ചിട്ടാണ് നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം സുഖമാണോ എന്ന് ചോദിച്ചിട്ടാണ് അവിടുത്തെ ഇന്ത്യക്കാരെയും തമിഴന്മാരെയും പ്രത്യേകം പറഞ്ഞു. ഈ സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നത് മലയാളികളോട് മാത്രമല്ല, തമിഴ്നാട്ടുകാരോടും കൂടിയാണ്. അതിൽ തമിഴ്നാട്ടിൽ സുഖമാണോ എന്ന് തന്നെയാണ് ചോദ്യം. അതൊന്നും പറഞ്ഞാണ് അവരുടെ സ്റ്റാലിന് വേണ്ടിയിട്ടല്ല അത് ചെയ്തത്, തമിഴ്നാട് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ ഈ കത്തിന് യാതൊരു വിധമായിട്ടുള്ള വാല്യൂ ഇനിയില്ല. പ്രധാനമായിട്ടും തുകലും ചെരുപ്പിൻ്റെയുമാണ് അവിടേക്കുള്ള ഇനി കയറ്റുമതി വരാൻ പോകും. ഒമാനിലേക്ക് പണമുള്ള രാജ്യമാണ്, പണം കൊടുത്ത് അവർ വാങ്ങിച്ചോളും, ഇഷ്ടം പോലെ വാങ്ങിച്ചോളും.